അനന്തപുരം തിരുമല ക്ഷേത്രം, അണ്ടിക്കടവ്. കേരളത്തിലെ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത്. പുറക്കാട് വേണുഗോപാല കൃഷ്ണ ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഴക്കം ഈ ക്ഷേത്രത്തിനാണ്. ശ്രീ വെങ്കടാചലപതിയാണ് പ്രധാന പ്രതിഷ്ഠ. കടലിന് ചേർന്നാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. പണ്ട് ഗോവയിൽ നിന്ന് കൊച്ചിയിൽ വന്നിറങ്ങിയ ഗൗഡസാരസ്വത ബ്രാഹ്മണരിൽ ഒരു വിഭാഗം കൊച്ചിയുടെ അയൽ പ്രദേശമായ ഇവിടെയും വന്ന് താമസിച്ചു. അവരിൽ കമ്മത്ത് വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബം തങ്ങളുടെ കുലദേവതയായി ആരാധിച്ചിരുന്നത് ശ്രീ വെങ്കടാചലപതിയെയാണ്. അവർ ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന ശ്രീ വെങ്കടാചലപതിയുടെ വിഗ്രഹം ഒരു ചെറിയ ക്ഷേത്രം പണി കഴിപ്പിച്ച് അതിൽ പ്രതിഷ്ഠിച്ചു. മാഘമാസത്തിലെ ഉത്രം നാളിലാണ് പ്രതിഷ്ഠ നടന്നത് എന്നല്ലാതെ ഏതു വർഷമാണ് എന്നുള്ളതിന് ഇന്ന് രേഖകളില്ല. ആ പ്രതിഷ്ഠയുടെ സ്മരണയ്ക്കായി ആണ്ടുതോറും മാഘമാസത്തിലെ ഉത്രം നാളിൽ ആറാട്ടു വരത്തക്ക രീതിയിൽ 8 ദിവസത്തെ ഉത്സവം ഇന്നും ആഘോഷിക്കുന്നു. സമ്പന്ന നിലയിലായിരുന്ന കമ്മത്ത് കുടുംബത്തിന് പിൽക്കാലത്ത് അധഃപതനം സംഭവിച്ചതിനാൽ അവർ തങ്ങളുടെ ആരാധനാമൂർത്തിയെ സമുദായത്തിൻ്റെ പൊതു ആരാധനയ്ക്കായി നൽകി. തുടർന്ന് ഇന്ന് കാണപ്പെടുന്ന നിലയിൽ ക്ഷേത്രം പുതുക്കി പണിയുകയും പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ക്ഷേത്രത്തിന് നിത്യനിദാനങ്ങൾ ഭംഗിയായി നടത്തുന്നതിന് വേണ്ട വസ്തുവകകൾ സ്വന്തമായി ഉണ്ടായിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ കടലാക്രമണം നിമിത്തം വസ്തുവകകൾക്കും മറ്റും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇതോടുകൂടി സമുദായത്തിലെ ഒരു നല്ല വിഭാഗ ജനങ്ങളും അന്യസ്ഥലങ്ങളെ അഭയം പ്രാപിക്കുവാൻ നിർബന്ധിതരായി. ഇന്ന് ചുരുക്കം ചില വീട്ടുകാർ മാത്രമേ ഇവിടെ അവശേഷിച്ചിട്ടുള്ളൂ. ആലപ്പുഴ ആർത്തുങ്കൽ കൊച്ചി തീരദേശപാതയുടെ പടിഞ്ഞാറു ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വലിയ രാജഗോപുരത്തിന് വടക്ക് ഭാഗത്തായി ആറാട്ടുകുളവുമുണ്ട്. ശ്രീകോവിലിലെ സിംഹാസനത്തിൽ മുകളിലത്തെ പടിയിൽ ശ്രീ വെങ്കടാചലപതിയുടെ പ്രതിഷ്ഠമൂർത്തി, ഇടത് മഹാലക്ഷ്മിയും വലത് ഭൂമിദേവിയും ഉണ്ട്. മറ്റു ക്ഷേത്രങ്ങളെ വിഗ്രഹങ്ങളെ അപേക്ഷിച്ച് കുറച്ച് വലിയ വിഗ്രഹമാണ് ഇവിടെയുള്ളത്. രണ്ടാമത്തെ പടിയിൽ വെങ്കടാചലപതിയുടെ ഉത്സവ വിഗ്രഹവും ദർശിക്കാം. ശ്രീകോവിലിനകത്ത് തന്നെ ഹനുമാൻ, ഗരുഡ പ്രതിഷ്ഠകളും ഉണ്ട്. നാലമ്പലത്തിനുള്ളിൽ നിരുതിക്കോണിൽ കിഴക്ക് നോക്കി മഹാഗണപതിയുടെയും പ്രതിഷ്ഠയുണ്ട്. ക്ഷേത്ര സംഗീതത്തിൽ ഒരു ശിവക്ഷേത്രവുമുണ്ട്. കൂടാതെ നാഗപ്രതിഷ്ഠയുമുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് ക്ഷേത്രത്തിന് ചേർന്ന് തന്നെ സമുദ്രം അലയടിക്കുന്നത് കാണാം. ക്ഷേത്രത്തിൻ്റെ അല്പമകലെയായി വടക്ക് ഭാഗത്ത് ഒരു നവദുർഗാ ക്ഷേത്രവും ഉണ്ട്. പണ്ട് നമ്പൂതിരിമാരുടെയായിരുന്നു ഈ ദുർഗാക്ഷേത്രമെന്നും പറയപ്പെടുന്നു. അതിലേറെ വിശേഷം ശ്രീ കാശിമഠ സംസ്ഥാനത്തിൻ്റെ 18ാമത്തെ അധിപതിയായിരുന്ന ശ്രീമദ് വരദേന്ദ്ര സ്വാമികളുടെ പൂർവാശ്രമത്തിലെ ജന്മസ്ഥലം കൂടിയാണ് ഈ ചെറിയ ഗ്രാമം എന്നുള്ളതാണ്. തോപ്പുംപടിയിൽ നിന്ന് ചെല്ലാനം ബസ്സിൽ കയറിയാൽ ഈ ക്ഷേത്രത്തിലെത്താവുന്നതാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.